എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. കൂടാതെ എക്സ് ഈക്വൽ ടു 2y എന്നും തന്നിട്ടുണ്ട്. എങ്കിൽ വൈയുടെ വില കാണണം. ഇതാണ് ചോദ്യം. അപ്പൊ എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ് എന്നുണ്ട്, എക്സ് ഈക്വൽ ടു 2y ആണ് എന്നുകൊണ്ട് വൈയുടെ വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇവിടെ മക്കളെ എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ് എന്നുണ്ടല്ലോ, അതുപോലെ എക്സിന്റെ വില 2y ആണ് എന്നുമുണ്ട് അല്ലെ. അപ്പൊ എക്സ് 2y ആണ് എന്ന് തന്നേക്കുന്നത്, എക്സിന്റെ ഈ വില നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഈ ഇക്വേഷനിൽ എക്സ് എന്ന് കിടക്കുന്നിടത്തെല്ലാം 2y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ടോ, എക്സിന്റെ വില എക്സ് 2y ആണെന്നുണ്ട് ചോദ്യം. അപ്പൊ ഈ ഇക്വേഷനിൽ എക്സ് എന്ന് കിടക്കുന്നിടത്തെല്ലാം 2y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എക്സ് ഉണ്ടല്ലോ, എക്സിന്റെ സ്ഥാനത്ത് 2y എന്ന് കൊടുത്തു അല്ലെ. ഓൾ റേസ് ടു y ഈക്വൽ ടു വൈ റേസ് ടു, വീണ്ടും എക്സ് ഉണ്ടല്ലോ, എക്സിന്റെ സ്ഥാനത്ത് 2y എന്ന് കൊടുത്തു. അപ്പൊ എക്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം എക്സ് ഈക്വൽ 2y ആണ് ചോദ്യത്തിലുണ്ട്. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ഇങ്ങനെ പഠിച്ചു ഓർക്കുന്നില്ലേ, എ ഇൻറ്റു ബി ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ആ ടെക്നിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇതിനെ 2 റേസ് ടു വൈ ഇൻറ്റു വൈ റേസ് ടു വൈ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതാണ് അവിടെ യൂസ് ചെയ്ത ഇക്വേഷൻ അല്ലെങ്കിൽ കൺസെപ്റ്റ്. ശരി, ഈക്വൽ ടു വൈ റേസ് ടു 2y നമുക്ക് വൈ റേസ് ടു വൈ ഇൻറ്റു വൈ റേസ് ടു വൈ എന്ന് എഴുതാം. അത് നിങ്ങൾക്ക് സംശയം വരും മക്കളെ. വൈ റേസ് ടു വൈ ഇൻറ്റു വൈ റേസ് ടു വൈ എത്രയാ? ബേസ് ഒരേപോലെ വന്ന് ഗുണിക്കാൻ വന്നാൽ പവറുകൾ തമ്മിൽ കൂട്ടണം എന്നല്ലേ പഠിച്ചേ. ഇത് വൈ റേസ് ടു വൈ പ്ലസ് വൈ 2y അല്ലേ. ബേസ് ഒരേപോലെ വന്നാൽ പവറുകൾ തമ്മിൽ കൂട്ടണം എന്നല്ലേ ഗുണിക്കാൻ വന്നാൽ ചെയ്യേണ്ടത്. പിന്നെ ഉത്തരം വൈ റേസ് ടു വൈ പ്ലസ് വൈ, അതായത് വൈ റേസ് ടു 2y അല്ലേ. അപ്പൊ വൈ റേസ് ടു 2y വൈ റേസ് ടു വൈ ഇൻറ്റു വൈ റേസ് ടു വൈ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ വൈ റേസ് ടു വൈയും വൈ റേസ് ടു വൈ ഒരേപോലെയാണ്, വെട്ടിപ്പോയി. ബാക്കി 2 റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു വൈ എന്ന് വന്നു. ആണോ? ഇത് രണ്ട് ഈക്വലാ, മുകൾ വശം രണ്ടും വൈ ആ, അപ്പൊ താഴ്വശം ഈക്വൽ ആവണം. അപ്പൊ വൈയുടെ വില എത്ര എന്ന് പറയണം? വൈയുടെ വില 2 എന്ന് വന്നാലല്ലേ നമുക്ക് ആൻസർ ശരിയാകുന്നേ. ചെയ്ത ലോജിക്ക് മനസ്സിലായോ? 2 റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു വൈ എന്നല്ലേ വന്നേക്കുന്നത്. മുകളിൽ ഇത് രണ്ടും ഈക്വൽ ആ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇതും വൈ ആണ്, ഇതും വൈ, ഈക്വൽ ആ. അപ്പൊ ഇത് രണ്ടാണെങ്കിൽ ഇതും രണ്ടാവണ്ടേ, എന്നാലല്ലേ ഈക്വൽ ആവത്തുള്ളൂ. അപ്പൊ വൈയുടെ വില 2 തുല്യമാവണ്ടേ. അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ 2 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്.